നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂരുന്ന ബിഷമടി. പനി, നെഞ്ചുവേദന, ചുമ, കഫംകെട്ട്, അതുപോലെ നീർക്കെട്ട്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യത്തിന് പല പല മരുന്നുകൾ കഴിച്ചു ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ ഒറ്റമൂലി എന്ന് പറയാൻ പറ്റിയ നാട്ടുവൈദ്യം എന്ന് പറയുന്ന ഇത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിട്ടുപോകും. ഈ സ്ഥിരമായിട്ട് വരുന്നത് മാറുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നെഞ്ചിലെ വേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കഫം കെട്ട് വന്നാലും വരും, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ഈ കഫം, വാതപിത്ത കഫങ്ങളെ ദുഷിച്ച് നമ്മളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കഫം കെട്ട് വരിക, എന്നും എന്താ പറയുക ചുമയും കാര്യങ്ങളായിട്ട് നടക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇതപ്പോൾ അത് നമ്മൾക്ക് ബ്രീത്തിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസകോശത്തിൻ്റെതായിട്ടുള്ള ആ പവർ, ഹെൽത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി എന്നല്ല, ഒരു നാട്ടുവൈദ്യമാണ് പറയുന്നത്. നിങ്ങൾ പല പല മരുന്ന് കഴിച്ചവരായിരിക്കും. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ തീരെ ആ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് പരിഹാരമാവും, മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതാണ്, നോക്കിക്കോളൂ. ഈ മരുന്നിൻ്റെ ചേരുവ എഴുതി വെക്കുക, ഈ പറയുന്ന പോലെ ചെയ്യുക. ആടലോടകത്തിന്റെ ഇല, കരിന്നുച്ചിയുടെ ഇല, കിരിയാത്ത, കരിഞ്ചീരകം, കൃഷ്ണത്തുളസി ഇല, തുമ്പയുടെ ഇല ഇവ അരിഞ്ഞ് വാഴപ്പോളയിൽ വെച്ച് ചുവന്നുള്ളിയും ചേർത്ത് തീയിലിട്ട് ചുട്ട് പിഴിഞ്ഞ രസം, ആ നീരെടുത്ത് അല്പം തേനും ഇന്ദുപ്പും ചേർത്ത് ഒരു നേരം കൊടുക്കുക. ഒരു നേരം കഴിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് സാധനമേ വേണ്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിഴിഞ്ഞെടുത്തത് നമുക്ക് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നേരം വെച്ചിട്ട് രാവിലെ കഴിച്ചാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ നല്ലോണം ബുദ്ധിമുട്ടാണെങ്കിൽ 2 നേരം കഴിക്കാം. അതൊരു കുറച്ച് ദിവസം കഴിച്ചാൽ നമ്മുടെ ഈ പ്രശ്നം ഇതോടുകൂടി തീരും എന്നുള്ളതാണ്. ആളുകൾക്ക് ബുദ്ധിമുട്ടാൻ പറ്റാത്തതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ മറ്റ് കെമിക്കലൊക്കെ കഴിച്ചിട്ടും നമ്മളെ പ്രതിരോധിക്കണില്ല എന്നുണ്ടെങ്കിൽ നാട്ടുവൈദ്യം കൊണ്ട് ചുട്ട ഫലം കിട്ടുന്ന ഒരു അമൂല്യമായ ഒരു പ്രതിവിധിയാണിത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.